എല്ലാവർക്കും സിമ്പിൾ ലേണിംഗ് സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് ഒരു അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡിൻ്റെ NTPC ഗ്രാജുവേറ്റ് ലെവലിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ലൈവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതിൽ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട, വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക, മിസ്റ്റേക്കുകളൊന്നും ഇല്ലാതെ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. ബിഫോർ ദാറ്റ്, അതിന് മുമ്പായിട്ട് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പഠനത്തിൻ്റെ കാര്യത്തിലായാലും ലൈഫ് സ്കില്ലിൻ്റെ കാര്യത്തിലായാലും എന്തിൻ്റെ കാര്യത്തിലായാലും തീർച്ചയായിട്ടും ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ RRB തിരുവനന്തപുരം സോണിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം RRB Thiruvananthapuram.org എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നവരെ നമുക്ക് ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരുന്നത്. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നുണ്ടോ, സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന ഹെഡിന് കീഴെ NTPC ഗ്രാജുവേറ്റ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുക. താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഫോർ CEN Note 5 2024 അതിൻ്റെ എപ്പോൾ തൊട്ട് ഇത് ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെ അതിൻ്റെ എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്, നോട്ടീസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാം. അല്ലെങ്കിൽ ക്ലിക്ക് ഫോർ ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് കാണാൻ പറ്റും. അപ്പോൾ താഴെ മേളിൽ നിങ്ങൾ കാണുന്നുണ്ടോ, അപ്ലൈ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ, അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക. ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. ഇവിടെ നിങ്ങളിപ്പോൾ ഒരു സ്ക്രീൻ കാണുന്നുണ്ടല്ലോ, അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ഓൾറെഡി അക്കൗണ്ട് ഉള്ളവർ ദയവ് ചെയ്ത് വീണ്ടും എന്ത് ചെയ്യരുത്, അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് എക്സിസ്റ്റിംഗ് യൂസർ ID-യും പാസ്വേഡും ഉപയോഗിച്ച് തന്നെ ലോഗിൻ ചെയ്യാവുന്നതാണ്. വീണ്ടും എന്ത് ചെയ്യരുത്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. ഓൾറെഡി ALPക്കോ അല്ലെങ്കിൽ ടെക്നീഷ്യന് വേണ്ടോ, സബ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കോ, കോൺസ്റ്റബിൾ പോസ്റ്റിലേക്കോ, ജൂനിയർ എഞ്ചിനീയർ തസ്തികയിലേക്കോ ഒക്കെ അപേക്ഷിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, അങ്ങനെ അക്കൗണ്ട് ഉള്ളവർ ഈ ഒരു ഇതിൽ ക്ലിക്ക് ഇത് വീണ്ടും അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൺട്രി ഓഫ് നാഷണാലിറ്റി നമുക്ക് ഏതാണ്, ഇന്ത്യൻ എന്ന് പറയുന്ന ഇതിലാണ് നാഷണാലിറ്റി ക്ലിക്ക് ചെയ്യുക. അടുത്തത് നിങ്ങളുടെ മെട്രിക്കുലേഷൻ, അതായത് 10th ക്ലാസ്സിന് സർട്ടിഫിക്കറ്റിൽ എങ്ങനെയാണോ നിങ്ങളുടെ ഫുൾ നെയിം, ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ചെയ്യുക. ഫുൾ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫുൾ നെയിം ഒന്നുകൂടെ റീടൈപ്പ് ചെയ്യുക. ഹാവ് യു ചേഞ്ച്ഡ് യുവർ നെയിം, നിങ്ങൾ പേരിൽ എന്തെങ്കിലും മാറ്റം വരുത്തുകയോ ഇനിഷ്യലിലോ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മെൻഷൻ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് മെൻഷൻ ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് റീടൈപ്പ് ചെയ്യുക. ജെൻഡർ മെയിലാണോ ഫീമെയിലാണോ അതേഴ്സാണോ ട്രാൻസ്ജെൻഡർ ആണോ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ റീസെലക്ട് ജെൻഡർ. ഫാദേഴ്സ് നെയിം, ഫാദർ നെയിം ടൈപ്പ് ചെയ്യുക. ദെൻ റീടൈപ്പ് ചെയ്യുക. മദേഴ്സ് നെയിം അത് റീടൈപ്പ് ചെയ്യുക. ആധാർ വെരിഫിക്കേഷൻ, ആധാർ നമ്പർ എന്ത് ചെയ്തിരിക്കണം, എൻറോൾ ചെയ്തിരിക്കാൻ ആധാർ എൻ്റർ ചെയ്യുക. വെരിഫൈയിങ് ആധാർ എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, അതൊരു വെരിഫിക്കേഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്തെന്നുണ്ടെങ്കിൽ ആധാർ വെരിഫിക്കേഷൻ കഴിയും. ഐ ഡു നോട്ട് ഹാവ് ആധാർ എന്ന് പറയുന്ന, ഇൻ കേസ് ആധാർ ഇല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകുന്നില്ല. കോൺടാക്ട് ഡീറ്റെയിൽസിൽ പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം പറയുകയാണ്, ഇപ്പോൾ നിലവിൽ ആക്റ്റീവായിട്ടുള്ള ഇമെയിൽ ID-യും ഫോൺ നമ്പറും ആയിരിക്കണം കൊടുക്കേണ്ടത്. ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ അല്ലെങ്കിൽ ഈ ഒരു സെലക്ഷൻ പ്രൊസീജിയർ കഴിയുന്നത് വരെ നിങ്ങൾ ആ ഒരു ഇമെയിൽ ID-യും മൊബൈൽ നമ്പറും ലൈവായിട്ട് കീപ്പ് ചെയ്യേണ്ടതുമാണ്. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുന്നവരുടെ നിങ്ങൾക്കൊരു ATP ജനറേറ്റ് ചെയ്യാൻ പറ്റും. ATP, ദെൻ മൊബൈൽ നമ്പറിൽ ഒരു OTP വരും, അത് ചെയ്യുക. ദെൻ നിങ്ങളുടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. പാസ്വേഡിൽ വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്ന് നോക്കൂ. ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം, ഒരു നമ്പർ ഉണ്ടായിരിക്കണം. ഇത്രയും തീർച്ചയായിട്ടും നിങ്ങളുടെ പാസ്വേഡിൽ ഉണ്ടായിരിക്കണം. പാസ്വേഡ് കൺഫേം ചെയ്യുക. ക്യാപ്ച കോഡ് എൻ്റർ ചെയ്യുക. ദെൻ പ്രിവ്യൂ ആൻഡ് ക്രിയേറ്റ് ആൻ അക്കൗണ്ട്. പ്രിവ്യൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതുവരെ എൻ്റർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അതിൽ കാണാൻ കഴിയും. അത് എല്ലാം ഒന്നുകൂടി വെരിഫൈ ചെയ്ത് ഉറപ്പാക്കിയതിന് ശേഷം ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. ആ അക്കൗണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഓക്കെ, അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ നിങ്ങളുടെ ഫർദർ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിലേക്ക് പോകേണ്ടത്. ഓക്കെ, ആ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ എന്താണെന്നുള്ള വീഡിയോ നമുക്ക് നാളെ ഇതേ സമയം നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, തെറ്റുകളൊന്നും വരുത്താതെ, റെയിൽവേയുടെ എക്സാമിനേഷൻ പ്രൊസീജിയറാണ്, തെറ്റുകളൊന്നും വരുത്താതെ എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് വരുന്നത്. ഡോണ്ട് മിസ് ദിസ്. ഓക്കെ, നിങ്ങളുടെ പ്രിപ്പറേഷൻസൊക്കെ ഫുൾ സ്വിങ്ങിലായിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്.